ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 47/2024 ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന 7 ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ആ വീഡിയോ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനകത്ത് ഫർദർ ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ ഒരു വീഡിയോ തന്നെ ബാക്കിയുള്ള മുഴുവൻ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ കൂടി ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോയുടെ ലെന്ത് അനുസരിച്ച്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെക്കുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കഷൻ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ചോദ്യം ഇങ്ങനെയാണ്: പി ക്യു എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ്. പിയിൽ ടാൻജന്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എസിൽ നിന്ന് പി ടാൻജന്റിനെ സംയോജിപ്പിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ 48 ആണെങ്കിൽ ആംഗിൾ PQR എത്രയാണ്? സോ ഇംഗ്ലീഷിലുള്ള ചോദ്യം കൂടി നോക്കാം. PQ ഇസ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ O. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് PQ ആണ്. സർക്കിളിന്റെ ഡയമീറ്റർ PQ ആണ്. ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണ്. നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. P എന്ന് പറയുന്ന ഒരു പോയിന്റ്, ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്യുന്ന ലൈൻ വരയ്ക്കുന്നവരുടെ ടാൻജന്റ് എന്ന് പറയും. ടാൻജന്റിന്റെ പ്രത്യേകത, ടാൻജന്റ് റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത് ടാൻജന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാർക്ക് എ പോയിന്റ് R ഓൺ ദ സർക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് QR ടു മീറ്റ് ടാൻജന്റ് അറ്റ് P അറ്റ് S. അതായത് P എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ, ക്യൂവിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കുകയാണ്. ക്യൂവിൽ നിന്ന് വരയ്ക്കുന്ന പോയിന്റ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് R ആണ്. അത് വന്ന് ടാൻജന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് S ആണ്. ആംഗിൾ PSQ എത്രയാണ്? PSQ എന്ന് പറയുന്നത് 48 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PQR എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ടാൻജന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PQR എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രയാംഗിൾ PQR എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ, ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എങ്കിൽ, ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഓൾറെഡി ഇത് 90 വന്നു, 48 വന്നു. കറക്റ്റാ? 90 48 കൂട്ടുമ്പോൾ 138 ഡിഗ്രി വന്നു. പിന്നെ ബാക്കിയുള്ളത് ഒരേ ഒരു ആംഗിൾ ആണ്. അപ്പം 180 നിന്ന് 138 കുറച്ചാൽ 42 ഡിഗ്രി. അതായത് ആംഗിൾ PQRന്റെ വാല്യൂ എന്ന് പറയുന്നത് 42 ആയിരിക്കും. കാരണം ട്രയാംഗിൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇത് 48 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 42 ഡിഗ്രി വരും. സോ ഓപ്ഷൻ ബി 42 ഡിഗ്രിയാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് ഡിസിപ്ലിൻ ഈസ് കോൾഡ് ആസ് CHR BHO KHMD. ഹൗ ഈസ് എഡ്യൂക്കേഷൻ ഈസ് റിട്ടൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോഡ്? വളരെ ഈസി ആയിട്ടുള്ള കോഡിംഗ് ആണ് ചോദിച്ചത്. ഒരു പ്രത്യേക ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് DISCIPLINE. ഡിസിപ്ലിൻ എന്ന് പറയുന്ന കോഡ് ചെയ്തിരിക്കുന്നത് CHR BHO KHMD. നമ്മൾ നോക്കിയാൽ ഡിക്ക് മുമ്പുള്ള ലെറ്റർ ആണ് C, ഐക്ക് മുമ്പുള്ള ലെറ്റർ ആണ് H, എസിന് മുമ്പുള്ള ലെറ്റർ ആണ് R, സിക്ക് മുമ്പുള്ള ലെറ്റർ ആണ് B, ഐക്ക് മുമ്പുള്ള ലെറ്റർ ആണ് H, പിക്ക് മുമ്പുള്ള ലെറ്റർ ആണ് O, എല്ലിന് മുമ്പ് K, ഐക്ക് മുമ്പ് H, എന്നിന് മുമ്പ് M, ഇക്ക് മുമ്പ് D. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ എഴുതിയാൽ EDUCATION എഡ്യൂക്കേഷൻ എഴുതിയാൽ എഡ്യൂക്കേഷന്റെ കോഡിംഗ് എന്ന് പറയുന്നത്, ഇക്ക് മുമ്പുള്ള ലെറ്റർ D, ഡിക്ക് മുമ്പുള്ള ലെറ്റർ C, യുക്ക് മുമ്പുള്ള ലെറ്റർ T, സിക്ക് മുമ്പുള്ള ലെറ്റർ B, എക്ക് മുമ്പുള്ള ലെറ്റർ, അപ്പൊ എ ഫസ്റ്റ് ലെറ്റർ ആണ്, അതിന് മുമ്പുള്ള ലെറ്റർ Z, ടിക്ക് മുമ്പുള്ള ലെറ്റർ S, ഐക്ക് മുമ്പുള്ള ലെറ്റർ H, ഒക്ക് മുമ്പുള്ള ലെറ്റർ N, എന്നിന് മുമ്പുള്ള ലെറ്റർ M. അപ്പൊ കോഡ് എന്ത് വരും? DCT BZS HNM. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം: ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. അതായത് ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. സോ ആബേലിന്റെ ബ്രദർ ആണ് ടോം എന്ന് പറയുന്നത്. ഡെന്നീസിന്റെ മകനാണ് ആബേൽ. അപ്പൊ ആബേൽ എന്ന് പറയുന്നത് ഡെന്നീസിന്റെ മകനാണ്. ഡെന്നീസിന്റെ പിതാവാണ് ഡാനി. സോ ഡാനിയുടെ മകനാണ് ഡെന്നീസ്. കറക്റ്റ്? ഡാനിയുടെ മകനാണ് ഡെന്നീസ്.
ഡാനിയുടെ മകനാണ് ഡെന്നീസ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഡാനിയുടെ മകൻ ഡെന്നീസ്, ഡെന്നീസിന്റെ മകൻ ഏബൽ, ഏബലിന്റെ സഹോദരനാണ് ടോം. അപ്പൊ നത്തിങ് ബട്ട് എന്താണ്, ടോമിന്റെ അച്ഛനാണ് ഡെന്നീസ്, ടോമിന്റെ വലിയച്ഛനാണ് ആര്, ഡാനി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോം ഡാനിയുടെ ആരാണ്? ടോം എന്ന് പറയുന്നത് ഡാനിയുടെ, ഡാനിയെ സംബന്ധിച്ചിടത്തോളം ഡാനിയുടെ മകന്റെ മകനാണ്. അതായത് ഡാനിയുടെ പേരക്കുട്ടിയാണ് ടോം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം 61. അടുത്താണ്. At what angle the hand of a clock are inclined at 15 minutes past the 4? 15 minutes past the 4. അതായത് ക്ലോക്കിലെ സൂചി 4:50 മിനിറ്റിൽ ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ 4:50 സമയം എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ തോന്നുന്നത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് 11/2 m മൈനസ് 30 ഇൻറ്റു എച്ച്. എം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ എത്ര അവർ ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 11/2 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര വന്നു, 50 വന്നു, മൈനസ് 30 ഇൻറ്റു അവർ എന്ന് പറയുന്ന 4 വന്നു. ക്ലിയർ ആ? നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 25 കിട്ടി. കറക്റ്റാ? 25 ഇൻറ്റു 11. സോ നമുക്ക് എന്ത് കിട്ടി, 25 ഇൻറ്റു 11. 25 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 275. 275 മൈനസ് 30 ഇൻറ്റു 4 എന്ന് പറയുന്നത് 120. 270യിൽ നിന്ന് 120 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, 155. അപ്പൊ 155 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. അടുത്തത് 2:11, 3:8 ആയിരിക്കും. 2ഉം 11ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 2ന്റെ ക്യൂബിനോട് കൂടി 3 കൂട്ടിയാൽ 11 കിട്ടും. 2 ക്യൂബ് 8 ആണ്, 8 + 3 11 ആണ്. അതേ റിലേഷൻ ഇവിടെ നോക്കിയേ, 3ന്റെ ക്യൂബിനോട് കൂടി 3 കൂട്ടുന്നു. 3ന്റെ ക്യൂബ് എത്രയാണ്, 27. 27 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 30 കിട്ടും. 30 വരും. സോ ഓപ്ഷൻ സി നമുക്കൊരു ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റും. കറക്റ്റാ? നേരെ മറിച്ച് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കിയേ, 2 ക്യൂബ് + 3. കറക്റ്റാ? 2 ക്യൂബ് + 3 ഈക്വൽ ടു 11. അങ്ങനെയാണെങ്കിൽ 3 ക്യൂബ് + 4 നെക്സ്റ്റ് നമ്പർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ എന്ത് വരാം, 31 വരാം. സോ 31 വേണമെങ്കിലും പറയാം. പക്ഷെ മോർ റീസണബിൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. പക്ഷെ PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു. ബട്ട് നമുക്കൊരു ആൻസർ ആയിട്ട്, റീസണബിൾ ആൻസർ ആയിട്ട് ഓപ്ഷൻ എയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത്, ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുൻപാണെങ്കിൽ മാസത്തിലെ 18ാം ദിവസം ഏത് ദിവസമായിരിക്കും? 6th ഡേ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുന്നേ. വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ ആ മാസത്തിലെ 18 കണ്ടുപിടിക്കേണ്ടത്. 6ാം തീയതി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ നെക്സ്റ്റ് ചൊവ്വ എന്ന് പറയുന്നത് 13ാം തീയതി വരും. 7 + 13 നെക്സ്റ്റ് ചൊവ്വ വരും. ചൊവ്വ 13 ആണെങ്കിൽ 14 ബുധൻ, 15 വ്യാഴം, 16 വെള്ളി, 17 ശനി, 18 ഞായർ. 18ാം തീയതി എന്തായിരിക്കും? 18ാം തീയതി എന്ന് പറയുന്നത് ഞായറായിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ആദ്യം തന്നിരിക്കുന്ന മാത്രമാണ് ഫിഗർ. എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിലൂടെ ഞാൻ 3 പ്രാവശ്യത്തെ വരച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ വലിയ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ, ഈ വലിയ ട്രയാങ്കിളിനകത്ത് ഇത് ഒരു സിംഗിൾ ട്രയാങ്കിളാണ്. കറക്റ്റാ? അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, 1. കറക്റ്റാ? അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒരു ട്രയാങ്കിളിനെ പറ്റി പറയാനായിട്ട് പറ്റും. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ദിസ് ഇസ് ദ സെക്കൻഡ് ട്രയാങ്കിൾ, ദിസ് ഇസ് ദ തേർഡ് ട്രയാങ്കിൾ. കറക്റ്റാ? അപ്പൊ നമുക്ക് എത്ര വന്നു? മൊത്തം എന്ന് പറയുന്നത് 3 ട്രയാങ്കിൾസ് വന്നു. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി ഈ ഒരു സെക്ഷനിൽ തന്നെ നോക്കിയാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വന്നു? 4ാമതൊരു ട്രയാങ്കിൾ വന്നു. ഇവിടെ ട്രയാങ്കിൾ വന്നു. 5ാമതൊരു ട്രയാങ്കിൾ വന്നു. അപ്പൊ എത്രയും 4 വന്നു? 5 ട്രയാങ്കിൾ. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് 6, 7, 8 8 ട്രയാങ്കിൾസ് ആയി. കറക്റ്റാ? 8 ട്രയാങ്കിൾ വന്നു. ഇനി ഈ 2 ട്രയാങ്കിളൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 9ാമതൊരു ട്രയാങ്കിൾ കിട്ടി. ദിസ് ഇസ് 9. കറക്റ്റാ? 9 വന്നു. ഫൈൻ. ദെൻ ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് എന്ത് കിട്ടി? 10 വന്നു. കറക്റ്റാ? 10ാമതൊരു ട്രയാങ്കിൾ കിട്ടി. ദെൻ അതിനുശേഷം നമ്മൾ നോക്കിയാൽ ഇങ്ങനെ നോക്കി 11. ഇവിടെ നമുക്ക് 11ാമതൊരു ട്രയാങ്കിൾ കിട്ടി. അങ്ങനെ ഒരു 11ാമത് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, 12ാമത് ട്രയാങ്കിൾ ഉണ്ട്. കറക്റ്റാ? അങ്ങനെയാണ് മൊത്തം നമുക്ക് 12 ട്രയാങ്കിൾസ് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 12. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 12 ആണ്. ക്ലിയർ? അടുത്തത്
ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് ഈസ്റ്റ് ഡയറക്ഷനിൽ 1 കിലോമീറ്റർ നടന്നു. അതിനുശേഷം തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അതിനുശേഷം എന്താണ്? അതിനുശേഷം തെക്കോട്ട് തിരിഞ്ഞ്, തെക്ക് മീൻസ് സദേൺ ഡയറക്ഷൻ, തെക്കോട്ട് തിരിഞ്ഞ് സദേൺ ഡയറക്ഷനിൽ എത്ര കിലോമീറ്റർ നടന്നു? സദേൺ ഡയറക്ഷനിൽ 5 കിലോമീറ്റർ നടന്നു. സോ സദേൺ ഡയറക്ഷനിൽ 5 കിലോമീറ്റർ നടന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2, കിഴക്കോട്ട് 2 തിരിഞ്ഞു. പിന്നെ വടക്കോട്ട് നോർത്തേൺ ഡയറക്ഷനിൽ 9 കിലോമീറ്റർ, നോർത്തേൺ ഡയറക്ഷൻ 9 കിലോമീറ്റർ. ഇപ്പോൾ തന്റെ ആരംഭ പോയിന്റിൽ എത്ര കിലോമീറ്റർ അകലെയാണ്? ഇതൊന്ന്, ഇത് 2. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്ര വരും? 2 തന്നെ വരും. കറക്റ്റാ? ഇത് മൊത്തം 5, മൊത്തം വരുന്നത് ഇത്ര എന്താണ്? 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എന്ന് പറയുന്നത് 4 വരും. ഈ ദൂരം എന്ന് പറയുന്നത് 4 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അങ്ങനെയാണ് എങ്കിൽ സോ ബേസിക്കലി ഈ ലെന്ത് 3 വന്നു, ഈ ലെന്ത് 4 വന്നു. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ ഫോം ചെയ്യുന്നത്. കറക്റ്റാ? ഇപ്പൊ നിൽക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇത്, എൻഡ് ചെയ്ത പോയിന്റ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ദൂരം എന്ന് പറയുന്നത് 3 4, 3 ബേസും 4 ഹൈപ്പോട്ടനസും വരുന്ന ഒരു റൈറ്റ് ട്രയാംഗിൾ, ഒരു മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഈ ഹൈപ്പോട്ടനസ് എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 16, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കറക്റ്റാ? അപ്പൊ ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ എന്ന് കിട്ടും. അടുത്തത്, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17ാമത്തെ സ്ഥലത്താണ്. സോ ഒരു പെൺകുട്ടി നിൽക്കുന്നു. മുമ്പിൽ നിന്ന് നോക്കിയാലും 17ാമതാണ്, പുറകിൽ നോക്കിയാലും 17ാമതാണ്. എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്ന് ഇങ്ങനെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചോദിച്ചാൽ എത്രാമതാണോ നിൽക്കുന്നത് അത് രണ്ടും കൂട്ടുക, അതിനുശേഷം 1 കുറയ്ക്കുക. കാരണം 2 സൈഡിൽ നിന്ന് എടുക്കുമ്പോഴും ഈ പെൺകുട്ടിയെ കൂട്ടുന്നത് കൊണ്ടാണ് നമ്മൾ 1 കുറയ്ക്കേണ്ടത്. അപ്പൊ എന്ത് വരും? 17 പ്ലസ് 17 34, 1 കുറയ്ക്കുമ്പോൾ 33. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയറാ? അടുത്ത ചോദ്യം, കാട് മൃഗശാല. കാട് അതായത് ജംഗിൾ സൂ. ജംഗിൾ എന്ന് പറയുന്നത് ഓപ്പൺ, മൃഗങ്ങളെ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ മൃഗശാല വരുന്നു. അങ്ങനെയാണെങ്കിൽ കടലിനകത്ത് എന്തുണ്ട്? കടലിൽ മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങളെ കൺസർവേറ്റീവ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസർവേറ്റീവ് സൂചിപ്പിക്കുന്ന എവിടെയാണ്? അക്വേറിയത്തിലാണ്. സോ ഓപ്ഷൻ എ അക്വേറിയം ആയിരിക്കും. കാരണം കാട്ടിൽ മൃഗങ്ങളുണ്ട്, മൃഗങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഇതിനകത്താണ് മൃഗശാല എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ എക്സിബിഷൻ ഒരു മോഡൽ നമ്മൾ അസ്യൂം ചെയ്താൽ മൃഗശാല. കടലിൽ എന്തുണ്ട്? മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന എവിടെയാണ്? അക്വേറിയത്തിൽ ആണ്. അടുത്തത് 5 10 26 50 170. പെട്ടെന്ന് നോക്കുക, ഡിഫറൻസ് നമ്മൾ നോക്കി എന്ത് കിട്ടും? 5 5 10, 10 6 16, 10ഉം 16ഉം 26, 26ഉം 24ഉം 50. ഒരു കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ബട്ട് 5 10 26 50, ഈ 5 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 1 ആണ്. 2 സ്ക്വയർ 4, 4 പ്ലസ് 1 5. 10 എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 1 ആണ്. 26 എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് 1 ആണ്. 5 സ്ക്വയർ 25, 25 പ്ലസ് 1 26. 50 എന്ന് പറയുന്നത് 7 സ്ക്വയർ പ്ലസ് 1 ആണ്. 7 സ്ക്വയർ പ്ലസ് 1 എത്രയാണ്? 49 പ്ലസ് 1 ഈക്വൽ ടു 50 എന്ന് കിട്ടും. സി നോക്കി, 2 3 5 7, 2 3 5 7 എന്ന് പറയുന്ന പ്രൈം നമ്പറുകളാണ്. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 11. 11 സ്ക്വയർ പ്ലസ് 1, 121 പ്ലസ് 1 122 കിട്ടും. അതിനുശേഷം എഴുതിയിരിക്കുന്ന നമ്പർ ഏതാ? 170. 11ന് ശേഷം വരുന്ന പ്രൈം നമ്പർ 13 സ്ക്വയർ ആണ്. 13ന്റെ സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 169 പ്ലസ് 1 170 എന്ന് കിട്ടും. സോ അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 122 ആയിരിക്കും. ക്ലിയറാ? അടുത്തത്, 237നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 23,700 കിട്ടി. അപ്പൊ 237 ഡിവൈഡഡ് ബൈ സംതിങ് നമുക്ക് എന്ത് കിട്ടി? 23,700 കിട്ടി. ഈ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഡിനോമിനേറ്റർ അപ്പുറത്തോട് കൊണ്ട് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 237 അപ്പോൺ 237 0 0. 237 237 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. 1/100. 1/100 എന്ന് പറഞ്ഞാൽ എന്തുവാ? 0.01. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ ഏതാണ് 9നെ പറ്റി ഹരിക്കാൻ പറ്റുന്നത്? സോ 9ന്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന നമ്പറുകളുടെ തുക കാണുക. ആ തുക എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1 4 7 5, 7 5 12, 12 5 17. 17 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ
1475 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 3 4 7 1 7 1 8 8 4 12 12 3 15 15 എന്ന് പറഞ്ഞ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 3 4 7 ഒന്നും വരില്ല. 47 95 9 5 14 14 7 21 21 4 25 25 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 4 7 9 5 മൾട്ടിപ്പിൾ അല്ല. 54 18 8 4 8 1 9 9 4 13 13 5 18 18 എന്ന് പറയുന്നത് 9 into 2 ആണ്. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 5418 എന്ന് പറയുന്നതും 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം 47/2024 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച കുറെ ചോദ്യങ്ങൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു. രണ്ടാമത്തെ ബാക്കി ഉണ്ടായിരുന്ന 13 ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.